തുറക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 1-2 ഐറ്റമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സാലഡ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും ഒരു വെജിറ്റബിളും എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾ ഞാൻ കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സ് ഞാനിവിടെ ഒരു മാംഗോ, ഒരു മാതളം, 2 ആപ്പിൾ, 2 പഴം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രൂട്ട്സും കുക്കുംബറും ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഫ്രൂട്ട്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം 3 ടേബിൾ സ്പൂൺ വീതം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബദാം, കാഷ്നട്ട്, റൈസിൻസ് ബ്ലാക്കും യെല്ലോയും എടുത്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിലേക്ക് ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് ഫ്രഷ് ക്രീമും 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായി. ഇതിനി തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രൂട്ട് സാലഡ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം മാത്രമേ മാറ്റാവൂ. ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ന്യൂട്ടെല്ല ബോളാണ്. ഇതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഈ 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ലയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ന്യൂട്ടെല്ല കുറച്ചുകൂടി വേണമെന്ന് തോന്നിയാൽ ഇട്ട് കൊടുക്കുക. ഇതിവിടെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ ഇതിന്റെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ബദാം ഇല്ലെങ്കിൽ ഡേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ സെന്ററിൽ വെച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. കയ്യിൽ കുറച്ച് ഓയിലും തടവിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് ഉരുളയാക്കി എടുക്കണം. ഇതിന്റെ സെന്ററിലാണ് നമ്മൾ ബദാം വയ്ക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. ഇതുപോലെ പരത്തിയ ശേഷം ഇതിന്റെ സെന്ററിൽ ബദാം വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കേണ്ടത്. ഉരുട്ടിയിരിക്കുന്ന ഈ ബോളിലേക്ക് നമുക്ക് ടൂത്ത് പിക്കോ ചെറിയ ഫോർക്ക് പോലെ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ കുത്തിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് സെന്ററിൽ ബദാം വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഓട്സ് ന്യൂട്ടെല്ല ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അടുത്ത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള മഫിനാണ്. അതിനു വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സവോള, ക്യാരറ്റ്, പച്ചമുളക്, ടൊമാറ്റോ, ഇത് ചെദ്ദാർ ചീസാണ്. അതിന് 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ബെൽ പെപ്പേഴ്സ് റെഡും ഗ്രീനും. പിന്നെ വേണ്ടത് 4 മുട്ടയാണ്. ഒരു ബൗൾ എടുത്തിട്ട് ഈ മുട്ട ഓരോന്നും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് വിസ്ക് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും ചെദ്ദാർ ചീസും കൂടി ഇട്ട് ഒന്നും കൂടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ ഓയിൽ പുരട്ടി ഈ കൂട്ട് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മഫിൻ ഉണ്ടാക്കേണ്ട ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലെല്ലാം ഓയിൽ നല്ലതുപോലെ ബ്രഷ് ചെയ്തെടുക്കണം, എന്നാലേ പെട്ടെന്ന് വിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചെദ്ദാർ ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടൈം ഒക്കെ ഓരോരുത്തരുടെ ഓവന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഓവനിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്ന് മാറ്റാവുന്നതാണ്. മുട്ടയുടെ മഫിൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. എഗ് മഫിനും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്കാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ പാളയന്തോടൻ പഴമാണ് എടുത്തത്. ഒരു 5 പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി പകുതി ആപ്പിൾ വേണം. ഫുൾ ഇടേണ്ട ആവശ്യമില്ല, ആപ്പിളിൻ്റെ പകുതി മതി. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ്. പ്ലെയിൻ കപ്പലണ്ടിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും വേണം. ആവശ്യത്തിനുള്ള പാലും വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഫ്രീസറിൽ വെച്ചെടുത്ത ഓരോ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഷേക്ക് നല്ല തിക്കായി വരാനാണ് ഈ പഴം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നത്. നോർമലായിട്ടുള്ള പഴം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്ര തിക്കായിട്ട് വരത്തില്ല. ഇനി ഇതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പീനട്ടാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി മിൽക്കും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. വിപ്പിംഗ് ക്രീമിന് പകരം ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ഇതിവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ ഷേക്ക്. ഇനി ഇത് മിക്സി ഓഫ് ചെയ്തിട്ട് പുറത്തെടുക്കാവുന്നതാണ്. മിൽക്ക് ഷേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടോൾ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ഹെർഷീസ് എടുത്തിട്ടുണ്ട്. ഈ സിറപ്പ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് നല്ല തിക്കായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല തിക്കാണിത്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റിന്റെ പൗഡർ ഒന്ന് വിതറി കൊടുക്കാം. നൊയമ്പ് തുറക്കുള്ള സ്നാക്ക് പ്ലാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്കും ഓട്സ് ന്യൂട്ടെല്ല ബോൾസും ഫ്രൂട്ട് സാലഡും എഗ് മഫിൻസും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.